പ്രധാനമന്ത്രിക്ക് കത്തെഴുതി വെച്ച ശേഷം കർഷകൻ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട്. മധ്യപ്രദേശിലെ ബന്തൽഖണ്ഡിലാണ് സംഭവം നടന്നത്. 5ഓളം പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പാണ് കർഷകൻ പ്രധാനമന്ത്രിക്ക് എഴുതിവെച്ചത്. തന്റെ മൃതദേഹം സർക്കാരിന് വിട്ടുകൊടുക്കണമെന്നും തന്റെ അവയവങ്ങൾ വിറ്റ് കുടിശ്ശിക തീർക്കണമെന്നുമാണ് കർഷകൻ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പ്രധാനമന്ത്രിക്ക് കത്തെഴുതി വെച്ച ശേഷം കർഷകൻ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട്. മധ്യപ്രദേശിലെ ബുന്ദൽഖണ്ഡിലാണ് സംഭവം. പ്രധാനമന്ത്രിയുടെ പേരിൽ 5 പേജോളം വരുന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ശേഷമാണ് കർഷകൻ ജീവനൊടുക്കിയതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. തന്റെ മൃതദേഹം സർക്കാരിന് കൈമാറണമെന്നും തന്റെ അവയവങ്ങൾ വിറ്റാൽ മാത്രമേ 88,000 രൂപയുടെ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ സാധിക്കൂവെന്നും ഇദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ മിൽ നടത്തിയിരുന്ന ഇദ്ദേഹത്തിന് 3 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. കൃഷിക്ക് പുറമെ ഇദ്ദേഹത്തിന് ചെറിയൊരു മില്ലുമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മില്ലും ഉപയോഗിച്ചിരുന്ന ബൈക്കും വൈദ്യുത വിതരണ കമ്പനി കണ്ടുകെട്ടിയതായി കുടുംബാംഗങ്ങൾ ആരോപിച്ചു. മരിച്ചയാളുടെ സഹോദരനും വൈദ്യുത വിതരണ കമ്പനിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. തന്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായ അപമാനം മൂലമാണ് സഹോദരൻ ജീവനൊടുക്കിയതെന്നും ഫ്ലോർ മില്ലും ഇരുചക്ര വാഹനവും കമ്പനി കണ്ടുകെട്ടിയതോടെ ഇദ്ദേഹം വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കി. ഈ വർഷത്തെ വിളവെടുപ്പ് മോശമായതിനാലാണ് വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് മുടങ്ങിയതെന്നും ഇദ്ദേഹം പറഞ്ഞു. എല്ലാ മാസവും ശരാശരി 3,000-4,000 ബിൽ വന്നിരുന്ന സ്ഥാനത്ത് പെട്ടെന്നാണ് 80,000 രൂപ ബിൽ വന്നതെന്നും എന്നാൽ ഇത് അടയ്ക്കാനുള്ള സാവകാശം പോലും നൽകാതെ കമ്പനി വക്കീൽ നോട്ടീസ് അയക്കുകയും വസ്തുവകകൾ കണ്ടുകെട്ടുകയുമായിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നു. പണം നൽകാൻ കുറച്ചു സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അവർ അനുവദിച്ചില്ലെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആത്മഹത്യ ചെയ്ത കർഷകൻ ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വലിയ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും അഴിമതി നടത്തിയാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കില്ല. അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ഇഷ്ടം പോലെ സമയം അനുവദിക്കുന്നു. വായ്പയിൽ ഇളവും നൽകുന്നു. എന്നാൽ പാവപ്പെട്ടവർ ചെറിയൊരു തുക പോലും ലോൺ എടുത്താൽ എന്തുകൊണ്ടാണ് തിരിച്ചടയ്ക്കാത്തതെന്ന് സർക്കാർ ചോദിക്കുക പോലും ചെയ്യുന്നില്ല. പകരം അവരെ പരസ്യമായി അപമാനിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായി സ്ഥലത്തെ പോലീസ് സ്റ്റേഷനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിഷമിക്കരുതെന്ന് ഇദ്ദേഹത്തോട് അച്ഛനും സഹോദരനും പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഭാര്യ മടങ്ങി വീട്ടിലെത്തിയപ്പോൾ ബില്ല് അടയ്ക്കാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ബഹളമുണ്ടായെന്നും പോലീസ് പറയുന്നു. ഇതിനുശേഷമായിരുന്നു ആത്മഹത്യ. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മാത്ഗുവ പോലീസ് അറിയിച്ചു. കർഷകരെയും സാധാരണക്കാരെയും വൈദ്യുതി വിതരണ കമ്പനികൾ അപമാനിക്കുന്നത് പതിവാണെന്നും ഇവർ വീടുകളിൽ നിന്നും ട്രാക്ടറുകളും ട്രോളികളും ഉൾപ്പെടെയുള്ളവ എടുത്തുകൊണ്ടു പോകാറുണ്ടെന്നും കോൺഗ്രസ് MLAയും മുൻ മന്ത്രിയുമായ ഹർഷ യാദവ് പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ വൈദ്യുത വിതരണ കമ്പനിയുടെ പ്രതിനിധികൾ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. ആത്മഹത്യയ്ക്ക് ആരെങ്കിലും ഉത്തരവാദികളാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 25,000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.